ഒരു കലാകാരി, ഒരു നല്ല പെർഫോമർ എന്നറിയപ്പെടണമെന്ന് ഏറെ ആഗ്രഹിച്ച, അങ്ങനെ ഇപ്പോഴും എപ്പോഴും ആഗ്രഹിക്കുന്ന, അതിനുവേണ്ടി ഹാർഡ് വർക്ക് ചെയ്യാൻ റെഡി ആയിട്ടുള്ള ഒരാളാണ് ഞാൻ. ഹലോ എവ്രി വൺ, എല്ലാവർക്കും നമസ്കാരം. ഐ എം വിജിത വിജയകുമാർ. ഐ എം എ സീനിയർ റേഡിയോ ജോക്കി അറ്റ് ക്ലബ് FM. ആൻഡ് ഇപ്പോൾ റീസെൻ്റ്ലി സിനിമയുടെ വലിയ ലോകത്തേക്ക് പതുക്കെ കാലെടുത്ത് വെച്ച ഒരു ബ്ലൂമിങ് ആക്ടറാണെന്നൊക്കെ വേണമെങ്കിൽ പറയാം. ആൻഡ് ഓൾസോ ഐ എം എ ക്ലാസിക്കൽ ഡാൻസർ. ഫോക്കസ് ചെയ്തിരിക്കുന്നത് ഭരതനാട്യമാണ്. Giving a talk here is a privilege. So, thanks to TEDx St. Glitz. Actually, എൻ്റെ ഒരു ജേണി ഇപ്പോൾ ഈ ഗ്ലിച്ചസ് ടു ഗോൾസ് എന്ന് പറയുന്ന സമയത്ത് ഗ്ലിച്ചസ് എങ്ങനെ നമ്മളെ ഗോൾസിലേക്ക് എത്തിക്കും, ഗ്ലിച്ചസ് വേണമെന്ന് ഫീൽ ചെയ്യുന്ന ഒരാളാണ് ഞാൻ. കാരണം അതാണ് നമുക്ക് എന്താണ് വേണ്ടത് എന്നുള്ളതിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്നത്. സോ അത് പറയുമ്പോൾ ഞാൻ ആക്ച്വലി ഒരു സാധാരണ വില്ലേജിൽ ജനിച്ച് വളർന്ന ഒരാളാണ്. ഒരു ഗവൺമെൻറ് സ്കൂളിൽ പഠിച്ച ഒരാളാണ്. സ്കൂളിംഗ് ഒക്കെ നാട്ടിൽ തന്നെയായിരുന്നു. ആൻഡ് എൻ്റെ കോളേജ് വിദ്യാഭ്യാസം കോയമ്പത്തൂരായിരുന്നു, CMS കോളേജ് ഓഫ് സയൻസ് ആൻഡ് കൊമേഴ്സ്. അപ്പോൾ ഈ രണ്ട് കാലഘട്ടങ്ങളിലും എൻ്റെ മനസ്സിൽ ഏറ്റവും കൂടുതൽ ഉള്ളൊരു കാര്യം ഒരുപാട് സ്റ്റേജുകളാണ്. കുറേ പെർഫോമൻസുകൾ ചെയ്യുമായിരുന്നു. അപ്പോൾ ആ സ്റ്റേജുകൾ എനിക്കെപ്പോഴും ഭയങ്കര ഒരു ആവേശം തരുന്നൊരു കാര്യമാണ്. ആൻഡ് എൻ്റെ ലൈഫിൽ വലിയൊരു ചേഞ്ച് അല്ലെങ്കിൽ വലിയ ഒരു മാറ്റം കൊണ്ടുവന്നിട്ടുള്ളത് എൻ്റെ കോളേജ് ലൈഫാണ്. കാരണം 5 വർഷം ഞാൻ സെയിം കോളേജിലാണ് പഠിച്ചത്. അവിടെ എനിക്ക് പെർഫോമൻസിൽ വലിയൊരു സ്പേസ് ഉണ്ടായിരുന്നു. സോ ഐ വാസ് സോ ഹാപ്പി. എൻ്റെ കോൺഫിഡൻസ് ലെവൽ വളരെ ബൂസ്റ്റ് ചെയ്യാനായിട്ട് എൻ്റെ കോളേജ്, അവിടുത്തെ പ്രിൻസിപ്പൽ മിസ്റ്റർ KT വർക്കി, അവിടുത്തെ കലയുടെ കാര്യങ്ങൾ നോക്കുന്ന ലാംഗ്വേജ് ടീച്ചേഴ്സ് ഉണ്ട്, ഹിന്ദി ആൻഡ് മലയാളം ടീച്ചേഴ്സ്, 2 സുജാതമാരാണ്. ഇവർ രണ്ടുപേരും എൻ്റെ ലൈഫിൽ ഉണ്ടാക്കിയിട്ടുള്ള ഒരു വലിയ, അല്ലെങ്കിൽ ഈ 3 പേര് എൻ്റെ ലൈഫിൽ ഉണ്ടാക്കിയിട്ടുള്ള ഒരു ചേഞ്ച് എന്ന് പറയുന്നത് ഭയങ്കര വലുതാണ്. സോ എപ്പോഴും ഭയങ്കര ഓളത്തിലുള്ള, ഭയങ്കര ആക്റ്റീവായിട്ടുള്ളൊരു കോളേജ് ലൈഫ്, അതാണ് എനിക്ക് എൻ്റെ കോളേജ് ലൈഫിനെ പറ്റി പറയാൻ പറ്റുക. ബൈ ദ വേ ഞാൻ ചോദിക്കട്ടെ, ഇവിടെ നിങ്ങളും നിങ്ങളുടെ കോളേജ് ലൈഫിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ ഒരു ഫൈനൽ ലെവലിലേക്കൊക്കെ എത്തുമ്പോൾ നിങ്ങൾക്ക് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ, ഞാൻ ഈ പഠിച്ച കാര്യങ്ങൾ തന്നെ ചെയ്യണോ, അതോ ഞാൻ വേറെ എന്തിലേക്കും ഒന്ന് സ്വിച്ച് ചെയ്യണോ എന്നുള്ളൊരു തോന്നൽ നിങ്ങളുടെ ഉള്ളിൽ ആരെങ്കിലും അലട്ടുന്നുണ്ടോ? അങ്ങനെ ആരെങ്കിലും ഇവിടെ ഉണ്ടോ? ഉണ്ടോ? ഇല്ല. നിങ്ങളെല്ലാവരും പഠിച്ചു തന്നെ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണ്. അല്ല, ഓക്കെ. അപ്പോൾ എനിക്കുള്ള ആൾക്കാരുണ്ട്. അപ്പോൾ ഇനി എനിക്ക് പറയാനുള്ളത് നിങ്ങളോടാണ്. സോ 5 വർഷം ഞാൻ പഠിച്ച കോഴ്സ് ബയോടെക്നോളജിയാണ്. ഐ എം എ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഇൻ ബയോടെക്നോളജി. അപ്പോൾ ആ കോഴ്സിൽ PhD ഒക്കെ എടുക്കുക എന്നുള്ളൊരു പ്ലാനൊക്കെ തന്നെയായിരുന്നു എനിക്കുണ്ടായിരുന്നത്. ആൻഡ് ഫൈനൽ ഇയറിൽ നമുക്ക് പ്രോജക്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. റീജിയണൽ ക്യാൻസർ സെൻ്റർ ട്രിവാൻഡ്രത്താണ് ഞാൻ പ്രോജക്റ്റ് ചെയ്തത്. അപ്പോൾ ഈ പ്രോജക്റ്റ് പീരീഡിൽ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, രാവിലെ എണീറ്റ് പോയാൽ പിന്നെ രാത്രി വരെ വേറൊരു ലോകമില്ല. നമ്മുടെ ലാബ്, റിസർച്ച്, എക്സ്പെരിമെൻറ്റ്, അതിൻ്റെ റിസൾട്ട്. കോളേജ് കാലം എന്ന് പറഞ്ഞാൽ ആ സമയത്ത് നമുക്ക് കുറേ ലെഷർ ടൈമൊക്കെ കോളേജിലുണ്ടായിരുന്നു. പക്ഷേ പ്രോജക്റ്റിൻ്റെ സമയത്ത് ഇതല്ല. അപ്പം ഞാൻ വിഭാവനം ചെയ്ത കിനാശ്ശേരിയെ അല്ല, ഞാൻ റിസർച്ചിലേക്ക് വന്നാൽ എൻ്റെ കാര്യത്തിലൊരു തീരുമാനമാവുമെന്ന് എനിക്ക് മനസ്സിലായി. കാരണം എൻ്റെ പെർഫോമൻസ് അല്ലെങ്കിൽ എൻ്റെ ക്രിയേറ്റീവ് വേൾഡ് സൈലൻ്റ് ആക്കി വെക്കേണ്ടി വരും. ബിക്കോസ് അത് വളരെ സീരിയസ് ആയിട്ടുള്ളൊരു ഏരിയയാണ് റിസർച്ച് എന്ന് പറയുന്നത്. അവിടെയാണ് എൻ്റെ ലൈഫിലെ ഫസ്റ്റ് ഗ്ലിച്ച് നടക്കുന്നത്. അതായത് ഇത് ചൂസ് ചെയ്യണോ അത് ചൂസ് ചെയ്യണോ, കൺഫ്യൂസിങ് ആയിട്ടുള്ളൊരു സ്റ്റേജായിരുന്നു അത്. അവിടെ ഒരു ഡിസിഷൻ എടുക്കാൻ എനിക്ക് കുറേ പ്രശ്നങ്ങളുണ്ടായിരുന്നു. കാരണം ഞാനൊരു ടീച്ചേഴ്സിൻ്റെ ഫാമിലിയിൽ നിന്ന്, അമ്മ ടീച്ചർ, അച്ഛമ്മ ടീച്ചർ, വല്യമ്മ ടീച്ചർ, അമ്മായിമാരുടെ ടീച്ചർ, മേമ്മ ടീച്ചർ, ആകെ ഒരു ടീച്ചേഴ്സിൻ്റെ ഫാമിലിയിൽ നിന്ന് വരുന്ന ഒരാളാണ്. സോ കുഞ്ഞായിരിക്കുമ്പോൾ തന്നെ എനിക്ക് എൻ്റെ അമ്മ പറയുന്ന ഒരു കാര്യമുണ്ട്, നീ ടീച്ചിങ് ഫീൽഡിലേക്ക് പോയി, എന്താ ശമ്പളം എന്നറിയോ, സുഖമാണ്, ലൈഫ് സെറ്റിലാണ് എന്ന് പറഞ്ഞു തരുന്ന ആ ഒരു അഡ്വൈസ് വളരെ ചെറുപ്പം തൊട്ടേ എന്തുകൊണ്ടാണെന്നറിയില്ല എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞ ഒരാളാണ് ഞാൻ ടീച്ചറാവാൻ എലിജിബിൾ ആയിട്ടുള്ള ഒരാളല്ല എന്ന് അപ്പോഴേ ഞാൻ പറഞ്ഞിരുന്നു. അപ്പോൾ +2 ആയപ്പോഴും അമ്മ പറഞ്ഞു ടീച്ചിങ് നോക്കിക്കോ എന്ന് പറഞ്ഞപ്പോഴും, ഇല്ല മേം, ബയോടെക്നോളജി അങ്ങനെ ഒരു കോഴ്സ് ഉണ്ട്, അപ്പോൾ അതെന്താണെങ്കിലും അടിപൊളിയാണ്, എനിക്ക് ലൈഫ് സയൻസ് ഇഷ്ടമാണ്, ഞാൻ അങ്ങനെ പഠിക്കാം. അപ്പോൾ എങ്ങനെ എൻ്റെ ഇഷ്ടത്തിനാണ് ഞാനത് ചേർന്നതും പഠിച്ചതും ഒക്കെ. അതേ ഞാൻ 5 വർഷമൊക്കെ കഴിഞ്ഞിട്ട് വേണ്ട, ഈ റിസർച്ചും കാര്യങ്ങളൊന്നും വേണ്ട, പകരം ഞാൻ എനിക്കിഷ്ടമുള്ള എന്തെങ്കിലുമൊക്കെ ചെയ്യാമെന്ന് പറയുമ്പോൾ എന്തൊക്കെ പറഞ്ഞാലും ഒരു മുറുമുറുപ്പ് ഉണ്ടാവുമല്ലോ. അപ്പോൾ ഇത്രയും 5 കൊല്ലം എന്തിനാ പഠിച്ചേ എന്നൊക്കെ തീർച്ചയായിട്ടും ഒരു ടീച്ചറുടെ ലെവലിൽ അമ്മ എന്താണെങ്കിലും ചിന്തിക്കും. പക്ഷേ നമ്മുടെ ഇഷ്ടങ്ങളെ മാനിക്കുന്ന ഒരു ഫാമിലിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വലിയൊരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. സോ എനിക്കൊരിക്കലും ഒരു റിസർച്ചിൽ മാത്രം ഒതുങ്ങിക്കൂടാൻ പറ്റില്ല. എനിക്ക് ക്രിയേറ്റീവ് പ്ലാറ്റ്ഫോം ഇല്ലാതെ സർവൈവ് ചെയ്യാൻ പറ്റില്ല എന്നുള്ള എൻ്റെ ഫസ്റ്റ് തിരിച്ചറിവാണ് എൻ്റെ ലൈഫിൽ ഞാൻ എനിക്ക് കൊടുത്ത ഏറ്റവും വലിയ സമ്മാനം, അല്ലെങ്കിൽ എൻ്റെ ലൈഫ് ചേഞ്ചിങ് ഡിസിഷൻ അതായിരുന്നു. സോ ഓക്കെ, ഇനിയിപ്പോൾ എന്ത് ചെയ്യും?
ഇനി അടുത്തത് എന്ത് എന്നുള്ളതിനെ പറ്റി വലിയ ധാരണയോ കാര്യങ്ങളോ ഒന്നുമില്ല. അങ്ങനെ നമ്മൾ വീട്ടിൽ കുറച്ച് ദിവസങ്ങളൊക്കെ സ്പെൻഡ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ കുറച്ച് കാലം നമ്മൾ വീട്ടിൽ തന്നെ ഇരിക്കുന്ന സമയത്ത് നമുക്ക് ഫ്രസ്ട്രേഷനും കാര്യങ്ങളൊക്കെ വരും. ആ ഇടയ്ക്കാണ് ഒരു റിയാലിറ്റി ഷോനെ കുറിച്ചിട്ട് എൻ്റെ സിസ്റ്റർ എന്നോട് പറയുന്നതും ഞാൻ അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട് പോകുന്നതും. അപ്പോൾ വീട്ടിലെ കുഞ്ഞംഗം തൊട്ട് വലിയ അംഗങ്ങൾ വരെ എല്ലാവരും എന്നെ ഭയങ്കര സപ്പോർട്ട് ചെയ്തു. ഞാൻ അങ്ങനെ 21 കണ്ടസ്റ്റൻറ്റിൽ ഒരാളായി സെലക്ട് ചെയ്യപ്പെട്ടു. ആ ജേണി ഒരു 10 മാസം നീണ്ടു നിന്നു. കാരണം ഫൈനലിസ്റ്റ് വരെ എത്തുന്നവർക്ക് 10 മാസത്തോളം ആ ജേണി പോകും. അപ്പോൾ എലിമിനേറ്റഡ് ആവാതെ ആ ജേണി അങ്ങനെ പോയി ഗ്രാൻഡ് ഫിനാലെ വരെ എത്തി. ആക്ച്വലി ഈ 10 മാസം എന്ന് പറഞ്ഞാൽ ഒട്ടും ഈസി ആയിരുന്നില്ല. കാരണം ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. രാവും പകലും ഇരുന്ന് ഓരോ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. 5 കാശ് കയ്യിലില്ലാത്തതുകൊണ്ട് അല്ലെങ്കിൽ നമ്മൾ അധ്വാനിച്ച പൈസ നമ്മുടെ കയ്യിലില്ലാത്തതുകൊണ്ട് ഒരുപാട് എക്സ്പെൻസ് ഒരിക്കലും ഞാൻ എടുക്കുമായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ പാവാടയാണെങ്കിലും എല്ലാം നമ്മളിങ്ങനെ സീക്വൻസ് ഒക്കെ വെച്ച് ഒട്ടിച്ച് എല്ലാം സെറ്റാക്കി റെഡിയാക്കി അങ്ങനെയൊക്കെയാണ് ഓരോ പെർഫോമൻസുകളും ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ വീട്ടിൽ തന്നെ ഇരുന്ന് എല്ലാം ചെയ്യും. അപ്പോൾ രാവും പകലും കണ്ടിന്യൂസ് ആയിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ടായിരുന്നു. എന്നിട്ട് പോലും അത്ര ഹെക്ടിക് ആയിട്ടുള്ളൊരു ജേണി ആയിരുന്നിട്ട് പോലും ഞാൻ ടോട്ടലി ഹാപ്പി ആയിരുന്നു. അതെൻ്റെ ലൈഫിലെ മറ്റൊരു റിയലൈസേഷനാണ്. ഭയങ്കര ടൈറ്റായിട്ട് വർക്ക് ചെയ്യുന്നതല്ല എന്നെ വേദനിപ്പിക്കുന്ന അല്ലെങ്കിൽ എന്നെ ഡിസ്റ്റർബ് ആക്കുന്ന കാര്യം. എനിക്കിഷ്ടമില്ലാത്ത കാര്യം ചെയ്യുന്നതാണ് എന്നെ ഡിസ്റ്റർബ് ചെയ്യുന്നത് എന്ന് ഞാൻ മനസ്സിലാക്കിയൊരു സമയമായിരുന്നു. കാരണം ആ 10 മാസം എനിക്ക് ഇടം വരെ നോക്കാൻ സമയം ഉണ്ടായിരുന്നില്ല. ആൻഡ് ഫസ്റ്റ് റണ്ണറപ്പായിട്ട് ഞാനതിൽ വിൻ ചെയ്തു. അതിൽ അത്യാവശ്യം പൈസയൊക്കെ നന്നായിട്ട് കയ്യിൽ കിട്ടി. പക്ഷേ ആ പൈസയായിരുന്നില്ല എൻ്റെ ഫോക്കസ്. ഏതാണെങ്കിലും ഇറങ്ങി തിരിച്ച് 10 മാസം അടിപൊളിയായിട്ട് കടന്നുപോയി. ഇനി ഒരു ഭാഗത്തിരിക്കുന്ന പരിപാടി നെഹി വേഗം തന്നെ എന്തിലെങ്കിലുമൊക്കെ ജോയിൻ ചെയ്യുക. എൻ്റെ ലൈഫിലെ അടുത്ത ഗ്ലിച്ചിൻ്റെ പോയിന്റ് അവിടെയാണ്. ഞാൻ ഒരു ഫിനാൻസ് കമ്പനിയിൽ പെട്ടെന്ന് ജോലി കിട്ടിയിട്ടോ, വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല. പെട്ടെന്ന് ജോലി കിട്ടി ഫിനാൻസ് കമ്പനിയിൽ ജോയിൻ ചെയ്തു. കസ്റ്റമേഴ്സിനോടൊക്കെ സംസാരിക്കണം. ഫസ്റ്റ് ഡേ ഐ ഗോട്ട് ഇറിറ്റേറ്റഡ്. ബയോടെക്നോളജി പഠിച്ച് ഡാൻസ് ചെയ്യുന്ന മറ്റു കുറേ കാര്യങ്ങൾ ചെയ്യാൻ ആഗ്രഹിച്ച എനിക്ക് ആ ജോലിക്ക് ഞാൻ എലിജിബിൾ അല്ല എന്ന് ആദ്യ ദിവസം തന്നെ മനസ്സിലായി. ആൻഡ് ഫ്രസ്ട്രേഷൻ്റെ ഫസ്റ്റ് ഡേ ആണ് അത്. അവിടെ നിന്ന് അങ്ങോട്ട് ആ ജേണി ഒരു ഏകദേശം ഒരു 9 മാസം, നമ്മൾ പറയില്ലേ ഒരു കുഞ്ഞുണ്ടാവാനുള്ളൊരു പീരീഡ് എന്ന് പറയുന്ന പോലെ ഒരു 9 മാസം ആ ജേണി കടന്നുപോയി. ആ ഫ്രസ്ട്രേഷനാണ് നിങ്ങൾ ഇന്ന് കാണുന്ന RJ വിജിതയിലേക്ക് എന്നെ കൊണ്ടുപോയത്. കാരണം എനിക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും, എനിക്ക് വേണ്ടത് എന്ത് എനിക്ക് ചെയ്യാൻ പറ്റും എന്നുള്ള ചിന്തയാണ്. ഞാൻ ആ സമയത്ത് ചിന്തിച്ച കാര്യങ്ങൾ ഒരുപാടുണ്ട്. അതായത് സിനിമ നോക്കണോ, അഭിനയം എന്നുള്ള സാധനം ഫോക്കസ് ചെയ്യാം, ഡാൻസിൽ കോൺസെൻട്രേറ്റ് ചെയ്യാം, ആങ്കറായിട്ട് ട്രൈ ചെയ്യാം. ലാസ്റ്റ് വന്നൊരു ചിന്തയാണ് റേഡിയോ ജോക്കി എന്ന് പറഞ്ഞൊരു സംഭവം. ഫോർച്ചുനേറ്റ്ലി ഇനി ഇതൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട്. ഐ എം ഗ്രേറ്റ്ഫുൾ. അത് ആദ്യമേ പറയട്ടെ. ആൻഡ് ഈ റേഡിയോ ജോക്കി ആവാനുള്ളൊരു ജേണി എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്തതെന്ന് വെച്ചാൽ ഞാനന്ന് കാലിക്കറ്റാണ്. ഒരു ദിവസം അവിടുത്തെ ഒരു റേഡിയോ സ്റ്റേഷനിലേക്ക് വിളിച്ചു. ഇവിടെ ഓപ്പർച്യൂണിറ്റി ഉണ്ടോ, ഇവിടെ ഇപ്പോൾ വേക്കൻസി ഒന്നും ഇല്ല എന്ന് പറഞ്ഞവർ കട്ട് ചെയ്തു. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇതൊരു ഭാഗത്ത് ഇരുന്ന് വിളിച്ചാൽ നമുക്ക് കിട്ടുന്ന സാധനമല്ല. എന്താ പിന്നെ അങ്ങോട്ട് ഇറങ്ങി പോവാം, ഏതാണെങ്കിലും അവിടെ നമുക്ക് വേക്കൻസി ഇല്ല എന്ന് പറഞ്ഞു. വേറെ FM-ലേക്ക് പോയാലോ എന്ന് പറഞ്ഞ് ഞാൻ എൻ്റെ സ്കൂട്ടർ എടുത്തിട്ട് ഒരു ദിവസം ഒറ്റയടിക്ക് അങ്ങോട്ട് പോയപ്പോൾ അവിടുത്തെ റിസപ്ഷനിസ്റ്റ് ഉണ്ട്. ഞാൻ ചെന്നിട്ട് പറഞ്ഞു, എനിക്കിവിടെ ജോലി ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, എനിക്കിത് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്, എന്താ ഞാൻ ചെയ്യണ്ടേ എന്ന് അവരോട് ചോദിച്ചപ്പോൾ അവരെന്നെ നോക്കി. ആളുടെ പേര് ഹനീസ എന്നാണ്, ഞാൻ ഒരിക്കലും മറക്കില്ല. ഹനീസ എന്നോട് ഇപ്പോഴും പറയും, അന്ന് എന്നെ ഞാൻ തിരിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നീ ഒരിക്കലും RJ ആവില്ല എന്ന് വേണമെങ്കിൽ എന്നോട് പറഞ്ഞിട്ടുള്ള ഒരാളാണ്. ഹനീസ എന്നോട് പറഞ്ഞു, ഇപ്പോൾ സാറുള്ളൊരു സമയമാണ്, എന്താണെങ്കിലും ഒന്ന് വെയിറ്റ് ചെയ്യൂ എന്ന് പറഞ്ഞിട്ട് സാറിൻ്റെ പെർമിഷൻ എടുത്ത് എന്നെ ഉള്ളിൽ കയറ്റി സാറിനോട് സംസാരിച്ചു. വോയിസ് ടെസ്റ്റും കാര്യങ്ങളൊക്കെ എടുത്തു. പിന്നെ ഒരു 4-5 മാസത്തെ വെയിറ്റിംഗ് പീരീഡ് ഉണ്ട്. പല ലെവൽ ഓഫ് ഇൻ്റർവ്യൂസും കാര്യങ്ങളൊക്കെ ചെയ്ത് വൺ ഫൈൻ ഡേ ഞാൻ കാത്തിരുന്ന ദിവസം വന്നു. എനിക്കൊരു കോൾ വന്നു, യു ഗോട്ട് സെലക്റ്റഡ് ആസ് എൻ RJ. ഞാനിങ്ങനെ അമ്മേ, എങ്ങനെ പോകണം, ഏത് വഴിക്ക് പോകണം, ആരോട് പറയണം, എന്ത് ചെയ്യണം ഒന്നും അറിയാതെ ഞാനായിട്ട് ഇറങ്ങി തിരിച്ച് ഞാൻ ഉണ്ടാക്കിയെടുത്ത എൻ്റെ വഴിയിലെ ആദ്യത്തെ ലൈറ്റാണ് ഞാൻ തിരഞ്ഞെടുത്ത അല്ലെങ്കിൽ എനിക്ക് കിട്ടിയ റേഡിയോ ജോക്കി എന്നുള്ള ജോലി. ഞാനിങ്ങനെ എന്താ പറയുക, ഫുൾ കളേഴ്സായിട്ട് നിൽക്കുന്നൊരു സമയം. അങ്ങനെ വീട്ടിലൊക്കെ പറഞ്ഞു, എല്ലാവരും ഹാപ്പി, അങ്ങനെ കുട്ടിക്ക് ജോലി കിട്ടിയല്ലോ ഹൗഫ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു അവസ്ഥയിലായിരുന്നു. കോമഡി എന്താ അറിയോ, അമ്മ നമുക്ക് ഈ എന്തെങ്കിലും വിശേഷമൊക്കെ ഉണ്ടാകുമ്പോൾ എല്ലാവരോടും വിളിച്ച് പറയുമല്ലോ. അപ്പോൾ ബന്ധുക്കളെയൊക്കെ വിളിച്ചിട്ട് അമ്മ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വിജിക്ക് ജോലി കിട്ടി, FM-ലാണ്, റേഡിയോ ജോക്കിയാണ്. അപ്പോൾ അവിടുന്ന് ചോദിക്കേണ്ടത് തോന്നുന്നുണ്ട്, എന്താണ് റേഡിയോ ജോക്കിയോ? അപ്പോൾ എൻ്റെ അമ്മയോട് നിന്ന് പറയാം, ഈ വളവള പറയില്ലേ അതന്നെ. അപ്പം ഞാനിങ്ങനെ, അമ്മേ ഇതാണൊരു റേഡിയോ ജോക്കി എന്ന് പറയുന്ന സമയത്ത് പൊതുവേ ആളുകളുടെയൊക്കെ ധാരണ. പക്ഷേ അതല്ല, അത് ഒരുപാട് ടെക്നിക്കാലിറ്റിയും ഒപ്പം തന്നെ നമ്മുടെ പ്രസൻസ് ഓഫ് മൈൻഡ്, നമ്മുടെ സ്പോണ്ടേനിറ്റി എല്ലാം വേണ്ട ഒരു പ്ലാറ്റ്ഫോമാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു തെറ്റിദ്ധാരണ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ഏറ്റവും ഈസി ആയിട്ടുള്ളൊരു പരിപാടിയല്ല അത് കേട്ടോ. അപ്പോൾ അങ്ങനെ ആ ഒരു വേൾഡിലേക്ക് ഞാൻ എത്തി.
പതുക്കെ അവിടുന്ന് തന്നെയാണ് ഞാൻ വർക്ക് ചെയ്ത കമ്പനിയുടെ തന്നെ TV ചാനലിൽ ഞാൻ ആങ്കറായിട്ട് ഒരു 2 വർഷത്തോളം വർക്ക് ചെയ്തു. ഇനിയാണ് അടുത്ത ഗ്ലിച്ചുകളുടെ ഒരു കാലം വരാൻ പോകുന്നത്. അതായത് ഈ ഒരു പീരീഡിൽ ഒരു ദിവസം ഞാൻ എൻ്റെ 2 വീലറിൽ ഇങ്ങനെ ഈ 2 വീലർ പറപ്പിക്കുക എന്ന് പറഞ്ഞൊരു സ്വഭാവം എനിക്കുണ്ടായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാരണം കാറ്റൊക്കെ ഇങ്ങനെ വീശുക, നമ്മളിങ്ങനെ പറപ്പിച്ച് നമ്മൾ എന്ത് സംഭവമാണെന്നുള്ള തോന്നലിൽ ഇങ്ങനെ പോണ പരിപാടി കാര്യമായിട്ടുണ്ടായിരുന്നു. പക്ഷെ അങ്ങനെ പോയപ്പോഴൊന്നും ഒരു പ്രശ്നം പറ്റിയില്ല. വെറുതെ ഞാൻ ബ്രേക്ക് ഇട്ട് നിർത്തിയപ്പോൾ കൺട്രോൾ വിട്ടു, നേരെ വീണു. അപ്പം എൻ്റെ മുട്ടിലെ ലിഗമെൻ്റ് ഒന്ന് ടയറായി, ചെറിയൊരു ടയറാണ്. പക്ഷേ ആ പീരീഡിൽ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ റിയലൈസേഷൻ്റെ പീരീഡായിരുന്നു. അതായത് ഞാനൊരു ഡാൻസറാണ്. അപ്പോൾ എൻ്റെ ജോലിയും തിരക്കും കാരണം കൊണ്ട് ഡാൻസിനെ ഞാൻ സൈഡാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ആ ആക്സിഡൻ്റ് ആയ ദിവസം ഞാൻ റിയലൈസ് ചെയ്തു എനിക്ക് ഡാൻസ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഞാൻ എങ്ങനെ ജീവിക്കും. ഭയങ്കര സങ്കടം. ഒരു 1.5 മാസം ബെഡ് റെസ്റ്റാണ്. അത് കഴിഞ്ഞ് എന്താ പറയുക ഫസ്റ്റ് ഡേ ഞാൻ ഡിസൈഡ് ചെയ്തു എന്താണെങ്കിലും ഡാൻസ് തിരിച്ചു പിടിക്കണം എന്നുകൊണ്ട് എഗെയിൻ ഞാൻ എൻ്റെ ഡാൻസിലേക്ക് വീണ്ടും കാലെടുത്ത് വെച്ചു. അപ്പോൾ ആ ഒരു ഗ്ലിച്ച് എന്നെ വീണ്ടും എന്താ പറയുക ഡാൻസിലേക്ക് കൊണ്ടുപോയി എന്ന് വേണമെങ്കിൽ പറയാം. ആൻഡ് അടുത്ത ഗ്ലിച്ചുകൾ സ്റ്റാർട്ട് ചെയ്യുന്നത് എനിക്ക് കുറച്ച് ഞാൻ പറഞ്ഞില്ലേ വീഡിയോ ജോക്കിയൊക്കെ ആയിരിക്കുന്ന സമയത്ത് ഉറപ്പായിട്ടും അല്ലെങ്കിൽ ഒരു ആങ്കർ ആയിരിക്കുന്ന സമയത്ത് എക്സ്പോഷർ കൂടും, നമുക്ക് ഓപ്പർച്യൂണിറ്റീസ് വരാൻ തുടങ്ങും, സിനിമകളിൽ നിന്ന് കുറച്ച് നല്ല നല്ല റോളുകൾ വരാൻ തുടങ്ങി. അപ്പോൾ ആസ് പെർ മൈ കമ്പനി റൂൾ നമ്മൾ പുറത്തൊന്നും ചെയ്യാൻ പാടില്ല. അപ്പം ഞാൻ അപ്പം തന്നെ ഓക്കെ ശരി നോ എന്ന് എല്ലാവരോടും പറഞ്ഞു. പക്ഷേ ഞാൻ മിസ് ചെയ്ത ഓപ്പർച്യൂണിറ്റീസ് എന്താണെന്നുള്ളത് പിന്നീട് ചില പടങ്ങളൊക്കെ വരുമ്പോൾ ഇതിൽ എന്നെ ഈ റോളിലേക്ക് എന്നെ വിളിച്ചതായിരുന്നു. അപ്പോൾ എൻ്റെ കേൾക്കുന്ന ആൾക്കാരൊക്കെ നിനക്ക് പ്രാന്താണോ, നീ എന്താ പോവാഞ്ഞേ? അപ്പം ഞാൻ പറയും ഞാനിങ്ങനെ എത്ര കഷ്ടപ്പെട്ട് നേടിയ റേഡിയോ ജോക്കി ജോലി, അതിന് അത്ര എഫേർട്ട് എടുത്തിട്ടുണ്ട് ഞാൻ ആ ഒരു ജോലിക്ക് വേണ്ടിയിട്ട്. അങ്ങനെ ആ ജോലി വളരെ ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ട് ഞാൻ തൽക്കാലം സിനിമ വേണ്ട എന്ന് വെച്ചുള്ള ആ ഡിസിഷൻ അതൊക്കെ മാറാൻ തുടങ്ങി. ഓക്കെ ഞാൻ ഒരു ലൈഫേ ഉള്ളൂ, നമുക്ക് കിട്ടുന്ന അവസരങ്ങൾ പിന്നീട് നമുക്ക് കിട്ടിക്കൊള്ളണമെന്നില്ല. ആൻഡ് അതാണ് എൻ്റെ അടുത്തൊരു ടേണിംഗ് പോയിൻറ്റ്. ഞാൻ പതുക്കെ ആ കമ്പനിയിൽ നിന്ന് റിസൈൻ ചെയ്തു. ഓക്കെ ഇനി എന്തെങ്കിലും വേറെ പുറത്തേക്ക് ഇറങ്ങുകയാണ്, ഇനി 5 പൈസ കയ്യിൽ നിന്ന് കിട്ടാനില്ല, വേറെ എവിടെ നിന്ന് കിട്ടാനില്ല, എന്ത് ചെയ്യണമെന്നറിയില്ല. പക്ഷേ നമ്മുടെ ഡിസിഷൻ നമ്മുടെ ആഗ്രഹം സ്ട്രോങ് ആണെങ്കിൽ ഈ ലോകം നമ്മുടെ കൂടെ നിൽക്കും, നമ്മൾ എവിടേക്കോ കിട്ടിട്ടില്ലേ? കറക്റ്റാണ്. കാരണം ഞാൻ അങ്ങനെ ഇറങ്ങിയ സമയത്താണ് എനിക്ക് ഇപ്പോൾ ഞാൻ വർക്ക് ചെയ്യുന്ന പ്ലാറ്റ്ഫോം മാതൃഭൂമി ക്ലബ് FM നിന്ന് കോൾ വരുന്നതും ഞാൻ അവിടെ സെലക്റ്റഡ് ആവുന്നതും. ആൻഡ് ഞാൻ പറഞ്ഞ ഒറ്റ കണ്ടീഷൻ, എനിക്ക് സിനിമ ചെയ്യണം. കാരണം സിനിമ വരികയാണെങ്കിൽ ഞാൻ ചെയ്യും. 2 കൈ നീട്ടി എന്നെ സ്വീകരിച്ച പ്ലാറ്റ്ഫോമാണ് ഞാനിപ്പോൾ വർക്ക് ചെയ്യുന്ന ക്ലബ് FM. ഞാൻ ഇന്ന് വരെ ചെയ്ത സിനിമകൾ മുഴുവൻ ക്ലബ് FM നിന്നുകൊണ്ടാണ് ചെയ്തത്. അപ്പോൾ വിചാരിക്കും അതിന് മാത്രം ഇപ്പോൾ ഏത് സിനിമയെ ചെയ്ത് ഞങ്ങൾ കണ്ടിട്ടില്ലല്ലോ എന്ന് ചിന്തിക്കുന്നുണ്ടായിരിക്കും. തെറ്റൊന്നും പറയാൻ പറ്റില്ല. ഞാൻ പേരല്ലൂർ പ്രീമിയർ ലീഗ് എന്ന് പറഞ്ഞൊരു സീരീസിൽ ഷംല എന്നുള്ളൊരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. അത് ഹോട്ട്സ്റ്റാറിൽ അവൈലബിൾ ആണ്. ആൻഡ് കുറച്ച് സിനിമകളൊക്കെ ചെയ്തിട്ടുണ്ട്, അത് റിലീസ് ആവാനുണ്ട്. സോ ഐ എം വെയിറ്റിംഗ്, ഞാൻ ഭയങ്കര ഈഗർലി വെയിറ്റിംഗ് ആണ്. അപ്പോൾ എൻ്റെ ലൈഫിൽ ഞാൻ എനിക്ക് എന്ത് വേണം എന്ന് തിരിച്ചറിഞ്ഞതാണ് പലപ്പോഴും എനിക്ക് എൻ്റെ ഒരു വഴി തെളിച്ചു തന്നൊരു കാര്യം. എനിക്കൊരു ക്രിയേറ്റീവ് പ്ലാറ്റ്ഫോമിലല്ലാതെ സർവൈവ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് എൻ്റെ ഡിസിഷനായിരുന്നു, എൻ്റെ മനസ്സിലാക്കലായിരുന്നു. ആ മനസ്സിലാക്കൽ എന്നെ കൊണ്ടുപോയത് ഞാൻ ആഗ്രഹിക്കുന്ന ഇടത്തേക്ക് തന്നെയാണ്. നേരത്തെ പറഞ്ഞില്ലേ എന്തൊക്കെ ചെയ്യാമെന്ന് ഞാനൊന്ന് ആഗ്രഹിച്ചോ അതൊക്കെ ഞാനിന്ന് ചെയ്യുന്നുണ്ട്. ഞാൻ ആങ്കറിങ് ചെയ്തു, ഞാൻ റേഡിയോ ജോക്കിയാണ്, ഞാൻ ക്ലാസിക്കൽ ഭരതനാട്യം ഡാൻസ് എപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്നു, പെർഫോമൻസിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു. ആൻഡ് എന്താ പറയുക ആക്ടിങ് ചെയ്തുകൊണ്ടിരിക്കുന്നു. സോ ഇതൊക്കെ ഞാൻ മനസ്സിലാക്കുന്ന ഏറ്റവും വലിയൊരു കാര്യം എന്താണെന്നറിയോ, നമ്മുടെ ലൈഫിലെ ഗ്ലിച്ചസ് പലപ്പോഴും നമ്മളെ ഒന്നും കൂടി ഉണർന്ന് പ്രവർത്തിക്കാൻ പാകപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. മാത്രമല്ല നമ്മൾ വർക്ക് ചെയ്യേണ്ട ഏറ്റവും വലിയ പ്രോജക്റ്റ് എന്ന് പറയുന്നത് നമ്മൾ തന്നെയാണ്. ഒരൊറ്റ ലൈഫേ ഉള്ളൂ. എന്നെ സംബന്ധിച്ചിടത്തോളം ഒരൊറ്റ കാര്യം മാത്രം ഫോക്കസ് ചെയ്യുക, അതിൽ അങ്ങനെ ഒരു ചിന്തിക്കുന്ന ഒരാളല്ല ഞാൻ. എനിക്കിഷ്ടമുള്ള കാര്യങ്ങൾ, എന്നെ ഹാപ്പി ആക്കുന്ന ഒരു കാര്യം, അൾട്ടിമേറ്റ്ലി ഞാൻ ഹാപ്പി ആവുമ്പോൾ എല്ലാം എൻ്റെ ചുറ്റുമുള്ളതൊക്കെ ഹാപ്പി ആവുമെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. സോ നമ്മൾ ഏറ്റവും കൂടുതൽ വർക്ക് ചെയ്യേണ്ട പ്രോജക്റ്റ് എന്ന് പറയുന്നത് നമ്മൾ തന്നെയാണ്. അവിടെ നമ്മൾ സിൻസിയറായിട്ടൊരു ഗോൾ വെച്ച്, ഒരു എയിം വെച്ച് നമ്മൾ മുന്നോട്ട് പോവുകയാണ് എങ്കിൽ ഗ്ലിച്ചസ് ഒക്കെ ഗോൾസ് ആയിട്ട് മാറും. ദാറ്റ്സ് മൈ എക്സ്പീരിയൻസ്. താങ്ക് യു സോ മച്ച്.